മഴ ഒരു ഋതു മാത്രമല്ല, അതൊരു വികാരമാണ്. കേരളത്തിലെ മഴക്കാലമാകട്ടെ പ്രകൃതി സ്വന്തം കൈപ്പടയിൽ എഴുതുന്ന ജീവനുള്ള ഒരു മഹാകാവ്യവും. പുതുമഴ മണ്ണിനെ ചുംബിക്കുമ്പോൾ ഉയരുന്ന ആ ഗന്ധം, പച്ചിലത്തുമ്പുകളിൽ നിന്ന് ഇറ്റുവീഴുന്ന മഴത്തുള്ളികളുടെ ആ താളം, കോടമഞ്ഞ് പുതച്ചു നിൽക്കുന്ന മലനിരകൾ, ഇരമ്പിയാർക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ, ഇവയെല്ലാം ചേർന്ന് കേരളത്തെ ഒരു മാന്ത്രിക ലോകമാക്കി മാറ്റുന്നു. മഴക്കാലത്ത് കേരളത്തിൽ എവിടെ പോകണം എന്ന് ചിന്തിക്കുന്നവർക്കായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലായി പരന്നു കിടക്കുന്ന 60-ലധികം മഴക്കാല വിസ്മയങ്ങളുടെ ഒരു വലിയ ലോകമാണ് നമ്മളിവിടെ തുറക്കാൻ പോകുന്നത്. വിനോദസഞ്ചാരത്തിനപ്പുറം പ്രകൃതിയുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു സമ്പൂർണ്ണ വഴികാട്ടിയായിരിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാരം കേവലം കടൽ തീരങ്ങളിലും നഗര കാഴ്ചകളിലും മാത്രം ഒതുങ്ങില്ല. മഴക്കാലത്ത് തിരുവനന്തപുരത്തിൻ്റെ തനി നിറം കാണണമെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. കോടമഞ്ഞ് പുതച്ചു നിൽക്കുന്ന പൊന്മുടിയിലെ ഹെയർപിൻ വളവുകളിലൂടെയുള്ള യാത്ര മഴക്കാലത്ത് തികച്ചും വ്യത്യസ്തമായ ഒരനുഭവമാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. പൊന്മുടിയിലേക്കുള്ള വഴിയിൽ തന്നെ കാണാൻ സാധിക്കുന്ന കല്ലാറ്, മീൻമുട്ടി വെള്ളച്ചാട്ടങ്ങൾ മഴക്കാലത്ത് കൂടുതൽ മനോഹരമാകുന്നു. വയനാട്ടിലെ മീൻമുട്ടിയുമായി ഇതിനെ തെറ്റിദ്ധരിക്കരുത്. വനത്തിലൂടെയുള്ള ഒരു ചെറിയ ട്രക്കിങ്ങിനൊടുവിൽ എത്തിച്ചേരുന്ന വാഴുവാന്തോൾ, മാങ്കയം വെള്ളച്ചാട്ടങ്ങൾ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് മികച്ചൊരു അനുഭവമാണ് നൽകുന്നത്. കൊല്ലം ജില്ലയിലേക്ക് കടക്കുമ്പോൾ പ്രകൃതി കൂടുതൽ വന്യവും സുന്ദരവുമാകുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രമായ തെന്മല മഴക്കാലത്ത് പച്ചപ്പിൻ്റെ ഒരു കടലായങ്ങനെ മാറും. ഈ പ്രദേശത്തെ പാലരുവി വെള്ളച്ചാട്ടം ഈ സമയത്ത് അതിൻ്റെ പൂർണ്ണ പ്രൗഢിയിലായിരിക്കും. ഇതുകൂടാതെ റോസ്മല എന്ന അധികമാരും അറിയപ്പെടാത്ത മലയോര ഗ്രാമം, അമ്പനാട്, കുളത്തൂപ്പുഴ, അച്ചൻകോവിൽ വനമേഖലകളിലെ കുംഭാവുരുട്ടി, മണലാർ വെള്ളച്ചാട്ടങ്ങൾ എന്നിവയെല്ലാം ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. മലയോരങ്ങളിൽ നിന്ന് മാറി മൺട്രോത്തുരുത്ത്, ശാസ്താംകോട്ട തടാകം, അഷ്ടമുടിക്കായൽ എന്നിവയിലൂടെയുള്ള മഴക്കാല വള്ളയാത്രകൾ തികച്ചും ശാന്തമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. പത്തനംതിട്ട ജില്ല പൂർണ്ണമായും വനമേഖലകളാലും ആദിവാസി ഗ്രാമങ്ങളാലും സമ്പന്നമാണ്. ഗവിയിലേക്കുള്ള കോടമഞ്ഞ് നിറഞ്ഞ വനപാതകളിലൂടെയുള്ള യാത്ര ഏതൊരു സഞ്ചാരിയുടെയും സ്വപ്നമാണ്. കല്ലാർ നദിയിലൂടെയുള്ള അടവിയിലെ കുട്ടവഞ്ചി സവാരി മഴക്കാലത്ത് കുറച്ചുകൂടി ആവേശകരമായി മാറും. വലിയ ജനത്തിരക്കില്ലാത്ത മൺപിലാവ്, മണ്ണീറ, അരുവിക്കുഴി വെള്ളച്ചാട്ടങ്ങൾ ശാന്തത ആഗ്രഹിക്കുന്നവർക്കുള്ള മികച്ച ഇടങ്ങളാണ്. മഴത്തുള്ളികൾ കായലോളങ്ങളുമായി സംവദിക്കുന്ന കാഴ്ച കാണണമെങ്കിൽ ആലപ്പുഴയിലേക്ക് തന്നെ വരണം. ചെറിയ ചാറ്റൽ മഴയത്ത് ഒരു ഹൗസ് ബോട്ടിലിരുന്ന് വേമ്പനാട് കായലിൻ്റെയും പുന്നമട കായലിൻ്റെയും സൗന്ദര്യം ആസ്വദിക്കുന്നത് സമാനതകളില്ലാത്ത ഒരനുഭവമാണ്. ശാന്തമായ കായൽപ്പരപ്പിൽ മഴ വീഴുമ്പോഴുണ്ടാകുന്ന ആ സംഗീതം അതനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആലപ്പുഴയുടെ ശാന്തതയിൽ നിന്ന് കോട്ടയം ജില്ലയിലെത്തുമ്പോൾ ഭൂപ്രകൃതി പെട്ടെന്ന് നാടകീയമായി മാറുന്നു. ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശമായ ഇല്ലിക്കൽ കല്ല് മഴക്കാലത്ത് കോടമഞ്ഞിൽ ഒളിച്ചു കളിക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. ഇലവീഴ പൂഞ്ചിറ എന്ന വിശാലമായ താഴ്വര അക്ഷരാർത്ഥത്തിൽ മഴ മേഘങ്ങളുടെ സ്വന്തം താവളമാണ്. ഇടതൂർന്ന പച്ചപ്പിനുള്ളിൽ മറഞ്ഞു കിടക്കുന്ന മാർമല, കാട്ടിക്കയം തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങളിലേക്കുള്ള ചെറിയ ട്രക്കിംഗ് മഴക്കാല യാത്രകൾക്ക് കൂടുതൽ ആവേശം പകരുന്നു. കേരളത്തിലെ മഴക്കാല ട്രക്കിങ്ങിൻ്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്നത് ഇടുക്കി ജില്ലയെയാണ്. മീശപ്പുലിമലയിലേക്കുള്ള യാത്ര സാഹസികമായ സഞ്ചാരികളുടെ ഇഷ്ടവിനോദമാണ്. ശക്തമായ കാറ്റും കോടമഞ്ഞും നിറഞ്ഞ രാമക്കൽമേട്, ആനയടിക്കുത്ത്, തൂവൽ, റിപ്പിൾ, ഇരച്ചിപ്പാറ, ഞണ്ടിമുക്കി തുടങ്ങിയ ചെറുതും വലുതുമായ അസംഖ്യം വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയെ സമ്പന്നമാക്കുന്നുണ്ട്. പാഞ്ചാലിമേടും സ്വർഗമേടും പുരാണങ്ങളുടെയും പ്രകൃതിയുടെയും അപൂർവ സമാഗമ വേദികളാകുന്നു. എറണാകുളം ജില്ലയിലെത്തുമ്പോൾ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന നിരവധി സ്ഥലങ്ങൾ കാണാം. കോടമഞ്ഞ് നിറഞ്ഞ മാമലക്കണ്ടം വഴിയുള്ള യാത്ര, വാഴക്കുളത്തിനടുത്തുള്ള കൊച്ചരീക്കൽ ഗുഹകൾ, വടാട്ടുപാറ, അരീക്കൽ, ശൂലം വെള്ളച്ചാട്ടങ്ങൾ എന്നിവയെല്ലാം ഒരു ദിവസത്തെ യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളാണ്. മഴക്കാല വിനോദസഞ്ചാരത്തെക്കുറിച്ച് പറയുമ്പോൾ തൃശ്ശൂരിലെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയാതെ ആ വിവരണം പൂർണ്ണമാകില്ല. ദക്ഷിണേന്ത്യയുടെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആതിരപ്പള്ളി മഴക്കാലത്ത് അതിൻ്റെ സർവ്വരൗദ്രഭാവവും പൂണ്ട് ഇരമ്പി ആർജിക്കുന്നത് കാണാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട്. ഇതിനടുത്തുള്ള വാഴച്ചാൽ, ചാർപ്പ വെള്ളച്ചാട്ടങ്ങളും ചിമ്മിനി വന്യജീവി സങ്കേതവും മഴക്കാലത്ത് കൂടുതൽ മനോഹരമാകുന്നു. പൂമല, വിലങ്ങൽ കുന്നുകൾ, അതുപോലെ ചേപ്പാറയിലെ പാറക്കൂട്ടങ്ങൾ, പരമ്പരാഗത നെയ്ത്ത് ഗ്രാമമായ കുത്താമ്പുള്ളി എന്നിവയെല്ലാം തൃശ്ശൂരിലെ മഴക്കാല കാഴ്ചകളിൽ പ്രധാനപ്പെട്ടവയാണ്. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി മലനിരകൾ മഴക്കാലത്ത് കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ച അതീവ ഹൃദ്യമാണ്. ഭൂമിയിലെ അപൂർവ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിലെ യാത്ര പ്രകൃതി സ്നേഹികൾക്ക് പുതിയൊരു ലോകം തുറന്നു നൽകുന്നു. പറമ്പിക്കുളം കടുവാ സങ്കേതം, പ്രകൃതിരമണീയമായ കൊല്ലങ്കോട് ഗ്രാമം എന്നിവയും പാലക്കാടിൻ്റെ മഴക്കാല ഭംഗി വർദ്ധിപ്പിക്കുന്നു.
മലപ്പുറം ജില്ലയിലെ ആഢ്യൻപാറ, കേരളാംകുണ്ട് വെള്ളച്ചാട്ടങ്ങൾ മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്നവയാണ്. മിനി ഊട്ടി എന്നറിയപ്പെടുന്ന അരിമ്പ്ര കുന്നുകളും കക്കാടം പോയിലും സഞ്ചാരികൾക്ക് കുളിർമയേകുന്ന കാഴ്ചകളാണ്. കോഴിക്കോട് ജില്ലയിലെ കരിയാത്തുംപാറ മഴക്കാലത്ത് ഏറ്റവും മികച്ച പിക്നിക് സ്പോട്ടുകളിലൊന്നാണ്. ശക്തമായി ഒഴുകുന്ന തുഷാരഗിരി വെള്ളച്ചാട്ടവും അധികമാരും അറിയാത്ത ഇരക്കുഴി വെള്ളച്ചാട്ടവും കോഴിക്കോടിൻ്റെ മലയോരങ്ങളെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വടക്കൻ അതിർത്തികൾ മഴക്കാലത്ത് വിസ്മയങ്ങളുടെ വലിയൊരു ലോകമാണ് തുറന്നിടുന്നത്. വയനാട്ടിലെ കോടമഞ്ഞ് നിറഞ്ഞ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ലോക പ്രശസ്തമാണ്. ചേമ്പ്ര കൊടുമുടി, ബാണാസുര സാഗർ, ബ്രഹ്മഗിരി എന്നിവിടങ്ങളിലേക്കുള്ള ട്രക്കിംഗ് സാഹസികത കാത്തിരിക്കുന്നുണ്ട്. 900 കണ്ടിയിലെയും എൻ ഊരിലെയും ഗോത്രവർഗ ടൂറിസം, കുടുംബസമേതം പോകാൻ സാധിക്കുന്ന സൂചിപ്പാറ, കാന്തൻപാറ വെള്ളച്ചാട്ടങ്ങൾ എന്നിവയെല്ലാം വയനാടിൻ്റെ സ്വന്തമാണ്. കണ്ണൂർ ജില്ലയിലെ പൈത്തൽമല, പാലക്കയം തട്ട് എന്നീ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മഴക്കാലത്ത് കോടമഞ്ഞിൽ മൂടിക്കിടക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടവും കാപ്പിമല ഗ്രാമവും കണ്ണൂരിൻ്റെ മലയോര സൗന്ദര്യത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. കാസർഗോഡ് ജില്ലയിലെ റാണിപുരം വടക്കൻ കേരളത്തിൻ്റെ ഊട്ടി എന്നാണ് അറിയപ്പെടുന്നത്. മഴക്കാലത്ത് പച്ചവിരിച്ച പുൽമേടുകളിലൂടെയുള്ള റാണിപുരം യാത്ര ജീവിതാവസാനം വരെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരനുഭവമാണ് നൽകുന്നത്. മഴക്കാല യാത്രകൾ അപകടകരമാണ് എന്നൊരു പൊതുബോധം പലർക്കുമുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയല്ല. കൃത്യമായ മുന്നൊരുക്കങ്ങളും മുൻകരുതലുകളും ഉണ്ടെങ്കിൽ കേരളത്തിലെ മഴക്കാല യാത്രകൾ 100% സുരക്ഷിതമാക്കാം. യാത്ര തിരിക്കുന്നതിന് മുമ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പുകളും പ്രാദേശിക വാർത്തകളും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസങ്ങളിൽ വിനോദയാത്രകൾ, പ്രത്യേകിച്ച് വെള്ളച്ചാട്ടങ്ങളിലേക്കും വനമേഖലകളിലേക്കുമുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. മഴക്കാലത്ത് പാറക്കെട്ടുകൾക്ക് വഴുക്കൽ കൂടുതലായിരിക്കും എന്നതിനാൽ മികച്ച ഗ്രിപ്പുള്ള ഷൂസുകളെ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളച്ചാട്ടങ്ങളിലിറങ്ങി കുളിക്കുന്നതും സെൽഫി എടുക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. കാട്ടുപാതകളിലൂടെയുള്ള യാത്രകൾ പകൽ വെളിച്ചം മങ്ങുന്നതിന് മുമ്പ് തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. ആദിവാസി മേഖലകളിലും സംരക്ഷിത പ്രദേശങ്ങളിലും പ്രവേശിക്കുമ്പോൾ വനം വകുപ്പിൻ്റെയും പ്രാദേശിക ഭരണകൂടങ്ങളുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. പ്രകൃതിയെ നോവിക്കാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ വേണം ഇത്തരം യാത്രകൾ നടത്താൻ. കേരളത്തിലെ മഴക്കാലം ഒരനുഭവമാണ്. അത് വെറുതെ കണ്ടു തീർക്കാനുള്ള ഒരു കാര്യമല്ല. മറിച്ച് ഓരോ മഴത്തുള്ളിയും നൽകുന്ന സംഗീതം കേട്ട് കോടമഞ്ഞിൻ്റെ തണുപ്പറിഞ്ഞ് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ജീവൻ്റെ തുടുപ്പ് അനുഭവിച്ചറിയാനുള്ള ഒന്നാണ്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്വന്തം സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ പ്രകൃതിയുടെ ഈ വിസ്മയങ്ങളിലേക്ക് ഒരു യാത്ര പുറപ്പെടുക. അത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും നൽകുന്ന ഉന്മേഷം വാക്കുകൾക്കതീതമായിരിക്കും. പ്രകൃതി അതിൻ്റെ ഏറ്റവും സുന്ദരമായ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഈ സമയം പാഴാക്കരുത്. യാത്രകൾ തുടരുക. ഒപ്പം ഞാൻ വിട്ടുപോയ നിങ്ങളുടെ അടുത്തുള്ള ആ മനോഹര മൺസൂൺ ടൂർ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.